ഹായ്ഡ മക്കളെ, അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ? ഇപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ പുസ്തകമൊന്നും തൊട്ടിട്ടും ഉണ്ടാവില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോയിട്ടുണ്ടാവും. ഒക്കെ മിസ്സിന് അറിയാം. എന്തായാലും നിങ്ങൾ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തോ. കാര്യം നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ നീറ്റ് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നീറ്റ് ജെഇ പോലുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ഇത് കൂടാതെ വേറെയും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എന്താണ് ഒരു വർഷം കൊണ്ടിരുന്ന് പഠിച്ചതൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്താണ് എക്സാമിന് തൊട്ട് മുന്നേ ഒരു 2 മാസം മുന്നേ പഠിച്ചതോ 3 മാസം മുന്നേ പഠിച്ചതോ അങ്ങനെ ഒരിക്കലും പഠിച്ചതായിരിക്കില്ല. അവരെന്താണ് അവരുടെ നോർമൽ ആയിട്ടുള്ള അവരുടെ ക്ലാസ്സസിൻ്റെ ഒപ്പം തന്നെ എന്താണ് അവർ ഇതിനു വേണ്ടി ടൈം കണ്ടെത്തി, അല്ലെങ്കിൽ എക്സ്ട്രാ നോളജ് ഗെയിൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ? അതായത് എല്ലാവർക്കും എല്ലാത്തിനുള്ള ആക്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്നിലാവാൻ വേണ്ടി പാടില്ല. അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാൾ എന്താണ് ഒരു എക്സ്ട്രാ കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബാക്കിലാവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഒരു കിട്ടുന്ന സമയം എന്താണ് മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനെ പറ്റിയും അറിവ് നേടാൻ ശ്രമിക്കുകയൊക്കെ വേണം. അപ്പം ഇനി ഈ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ? അതായത് റിസോഴ്സസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒത്തിരി വഴി നമുക്ക് റിസോഴ്സസ് ഉണ്ട് അല്ലേ? അതായത് നമുക്ക് ഒരുപാട് ബുക്സ് നമുക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് യൂട്യൂബ് വഴി കുറേ കാര്യങ്ങൾ കിട്ടും, പിന്നെ എന്താണ് വെബ്സൈറ്റ്സ് വഴി നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ ഒരുപാട് റിസോഴ്സസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ വിൻഡോയിലൂടെ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാർഡ് വർക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിച്ച ഒരു ലെവൽ അല്ലെങ്കിൽ വിചാരിച്ചൊരു മാർക്ക് അല്ലെങ്കിൽ വിചാരിച്ചൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു 6th തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എന്താണ് അറിവ് നേടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാൽക്കൺ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോർമൽ എന്താണ് നമ്മുടെ ആപ്പ് ക്ലാസ്സസ് പോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ നോർമൽ ഷെഡ്യൂളിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ക്ലാസ്സസ് വരിക. അതായത് നമുക്കിപ്പം സാറ്റർഡേ സൺഡേസ് പോലെയുള്ള അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ ആപ്പിലുള്ള അതേ ഫീച്ചേഴ്സ് തന്നെ, അതായത് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ പോസ്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. കൂടാതെ തന്നെ ഒരുപാട് മോക്ക് എക്സാംസ്, അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ഫാൽക്കൺ ബാച്ചിൻ്റെ അഡ്മിഷൻ അതായത് രജിസ്ട്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. എന്നിട്ട് ഈ ഒരു ഫാൽക്കൺ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് നിങ്ങളുടെ നോർമൽ ഷെഡ്യൂൾഡ് ഒപ്പം തന്നെ എന്താണ് എക്സ്ട്രാ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.